ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു ഈദ് മുബാറക്ക്. പിന്നെ നമുക്ക് പെരുന്നാളൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ കുറച്ച് വത്തളും ചൂതയുണ്ടായിരുന്നു, അത് ഇച്ചിരി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചോറ് ഇത് നായ്ക്കുട്ടിക്ക് വേവിച്ച് വെച്ചേക്കോട്ടെ. ബിരിയാണി റൈസ് ഇട്ടിട്ട് ഞങ്ങളുടെ ചോറ് കുക്കറിലാണ്. ഇതാ വെള്ളേരിയ കുക്കറിൽ ഇട്ട് വിസിലടുപ്പിക്കല കേട്ടോ. അപ്പം ഞാനതിന് എല്ലാ സാധനവും എടുത്താക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മതി, BP ഉള്ള ആൾക്കാരാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ചേർക്കും കേട്ടോ. നമുക്കിത് നല്ലപോലെ കൈ കൊണ്ട് ഞാൻ ഇവിടെ എടുക്കാം. ഇത് അതിൻ്റെ കട്ടയായിട്ടുള്ളതുകൊണ്ടേ അതെല്ലാം കട്ടയായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം നല്ല പാകത്തിനായി. ഇത് കാശ്മീരി പൊടിയാണ്, പക്ഷേ വെന്ത് വരുമ്പോൾ നല്ല കളറും നല്ല മണവും ഒക്കെ പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് യോജിപ്പിച്ച് വെച്ചേട്ടോ. ലാസ്റ്റ് എണ്ണ ഒഴിക്കത്തുള്ളൂ. മീൻ താണ്ട് വത്തളും ഇതേ ഉള്ളൂ കേട്ടോ. കറിവേപ്പില വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൂട്ടാട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല കൈ കൊണ്ട് കലക്കണം. അന്തരം അല്ലെങ്കിൽ പൊടി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും മീൻ കറിക്കകത്ത്. നല്ല കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് മീൻ തിളയ്ക്കുമ്പം പറക്കിയിട്ടാൽ മിക്സായിട്ടുണ്ട്. മതി, ഒരുപാട് ഇതാക്കണിക്കണ്ട. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു വടക്കംപുളിയും ഒരു കുടംപുളിയും ഒരു പിന്നെ തക്കാളിയൊക്കെ ഇടും കേട്ടോ. ഞാൻ തക്കാളി ഇടും. പിന്നെ നമ്മുടെ മാവിന്നൊരു മാങ്ങ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കൊത്തിപ്പൊടിച്ചിട്ട് അച്ചാർ മാതിരി ഇടാൻ. അപ്പോൾ വെള്ളം നമുക്ക് ഇത്രയും മതി കേട്ടോ. എന്നുവെച്ചാൽ ഇത് മീൻ വേവണം, ചൂരയ്ക്ക് നല്ല വേവുള്ളതാണ്. അപ്പം നമുക്കിത് ഗ്യാസിന്മേൽ വെച്ച് കൊടുക്കാം. ഗ്യാസിൽ ചോറിരിക്കണം. ചോറ് നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. കറി വെച്ച് കൊടുക്കാം. അത് കുറേ സാധനങ്ങൾ ഇനി ചേർക്കാനുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴേ ഞാൻ അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു തക്കാളിക്ക് ഇടും കേട്ടോ. ഇത്രയും വലുപ്പത്തിലൊരു തക്കാളി വേണം. നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം തക്കാളിക്ക്. അതൊക്കെ വല്ല മരുന്നടിക്കുന്നതാണെങ്കിലോ കഴുകാതെ നമുക്ക് റൂമിലിരുട്ടാം കേട്ടോ. കാണിക്കാൻ പറ്റത്തില്ല, സ്റ്റോർ റൂമാണ്. പക്ഷേ ഇരുട്ടാ, കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മീൻകറി വെക്കാം. എങ്കിൽ വല്ല ജന്തുക്കളെടുത്ത് ചാടും. ഇത് നമുക്ക് മൂടി വെക്കാം. തിളയ്ക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുടംപുളിയും ഒക്കെ ഉണ്ട്. കുടംപുളി ഇടുന്നുണ്ട്. കുടംപുളി നമുക്ക് 2 കഷ്ണം വെള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കണം. കുടംപുളി താഴെപ്പോയി ഉണ്ട്. 3 കഷ്ണം ആയിട്ട് മാറ്റി വെക്കാം. റബ്ബർ ബാൻഡ് ഇടണം. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല പറ്റി കഴിയുമ്പോൾ തിളച്ചിട്ട് നമുക്ക് മീൻ പറിക്കണം. മീൻ നല്ല കഴുകിയതാണ്, പക്ഷേ എന്നാലും നമുക്ക് നല്ലപോലെ കഴുകണം. വത്തളിന് നല്ല അഴുക്കാണ് എത്ര കഴുകിയാലും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൂച്ചക്കുട്ടന്മാർ എന്താണെന്നറിയാമോ, ഞാൻ ഐസ് പോട്ടെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്ന മീനാണ്. അപ്പോഴേ അവന്മാരെന്തറിയാമോ, എല്ലാം അങ്ങ് തള്ളി താഴെയിട്ട് കളഞ്ഞു. തലയിട്ടൊന്നുമില്ല, തള്ളി താഴെയിട്ട്. അപ്പോഴത്തേക്ക് 1-2 മീനവന്മാർ എടുത്തുകൊണ്ട് പോയി. പിന്നെ വേകുമ്പോൾ വിഷം ഉണ്ടെങ്കിലൊക്കെ പൊക്കോളും, കുഴപ്പമില്ല. അന്നേരം തലയിട്ടില്ല. ഐസായിട്ടിരുന്ന മീനാണ് എടുത്തത്. ഐസില്ലാതെ നമ്മൾ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, എന്നാലും പറ്റുന്നവരൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാ. 2 പേരും കുരുത്തക്കേട് കാണിച്ചിട്ട് ഇരിക്കുകയാണ്. അടി ശരിക്കും കൊടുത്തു ഞാൻ. ഇവക്ക് കൊടുത്തു ഇറുക്കിൽ വെച്ച്. പിന്നെ കാണുമ്പോഴേ പേടിയാണ്. കുരുട്ടിന് നല്ല അടി ഞാൻ കൊടുത്തു. ഇവനാണ് തള്ളിയിട്ട് കൊടുത്തത്. നിന്നെ നോക്കി എവിടെ നിന്ന് പിന്നെ ദുബായിക്ക് അയക്കാൻ പോവുക.